ലോകമെമ്പാടുമുള്ള എല്ലാ ന്യൂസ് 18 പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. എല്ലാവരും ഉറക്കം എണീറ്റ് വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് അവധി ദിവസമാണ്. കുടുംബത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് വിശ്രമത്തിന്റെ ഒരു ദിവസം. ആ ദിവസത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. വിദേശത്ത് അടക്കമുള്ള ആളുകൾ നമ്മുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഒരു നല്ല ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ക്രിസ്മസ് ആഘോഷം, കരോളിനൊക്കെ നേരെയുള്ള ആക്രമണങ്ങളൊക്കെ അടങ്ങുന്ന വാർത്തകളൊക്കെ നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ അല്ലെങ്കിൽ ഈ കാലത്ത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത നിരവധി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് വാർത്തകളുള്ള ഒരു സജീവമായ വാർത്താ ദിനത്തിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ഈ രാവിലെയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പാതിരാ കുർബാനയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു ഉറക്കച്ചടവിലായിരിക്കും. ഇന്നിപ്പോ പള്ളിയിലേക്ക് ഒന്ന് പോയി പ്രാർത്ഥിച്ച് ഇനി വരുന്ന ക്രിസ്മസ് വരെയുള്ള ഓർമ്മകൾ ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു ദിവസമാണ്. വിദേശത്ത് നിന്നൊക്കെ ക്രിസ്മസ് ആഘോഷിക്കാനായി നാട്ടിലെത്തിയവരും നിരവധിയാണ്. ഒരുപാട് പേരിപ്പോൾ നാട്ടിൽ ക്രിസ്മസ് ആഘോഷത്തിനായി എത്തിയിട്ടുണ്ട്. അവർക്കടക്കം ആശംസകൾ നേരുകയാണ്. നമുക്ക് വാർത്തകളിലേക്ക് കടക്കുമ്പോൾ റോമിലെ ക്രിസ്മസ് ആഘോഷമുണ്ട്. ഒപ്പം ഈ മാർപ്പാപ്പ 1/4 നൂറ്റാണ്ടിന് ശേഷം വിശുദ്ധ കവാടം തുറന്നു എന്ന ഏറ്റവും വലിയ പ്രത്യേകത കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും പ്രധാന വാർത്തകൾ നോക്കാം. ലോകം ക്രിസ്മസ് ആഘോഷത്തിൽ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ. വയനാട് പുനരധിവാസം വൈകുന്നതിൽ കുറ്റപ്പെടുത്തലുമായി ബിഷപ്പ് നെറ്റോയുടെ ക്രിസ്മസ് സന്ദേശം. സവിശേഷമായി റോമിലെ ക്രിസ്മസ്. 1/4 നൂറ്റാണ്ടിന് ശേഷം വിശുദ്ധ കവാടം തുറന്ന മാർപ്പാപ്പ. ജൂബിലി വർഷാചരണത്തിന് തുടക്കം. മുനമ്പത്ത് പ്രതിഷേധ ദിനം. 645 കുടുംബങ്ങളിലെയും ഓരോ അംഗങ്ങൾ ഇന്ന് നിരാഹാരത്തിൽ. കേരളത്തിന് പുതിയ ഗവർണർ. ബീഹാർ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കേരളത്തിലേക്ക് എത്തും. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക്. കേരള ഗവർണറായി എത്തുന്ന ആർലേക്കർ ഗോവയിലെ മുൻ മന്ത്രിയും സ്പീക്കറും. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല സന്നിധാനം. തങ്കയങ്കി ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്ത്. മണ്ഡലപൂജ നാളെ. തീർത്ഥാടക പ്രവാഹം തുടരുന്നു. ആലപ്പുഴ ആറാട്ടുപുഴയിൽ വയോധികയെ തെരുവുനായ കടിച്ചു കൊന്നതിന്റെ ജനരോഷം. മരിച്ചത് 81 വയസ്സുകാരി കാർത്യായനി അമ്മ. തെരുവുനായ ആക്രമിച്ചത് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത്. VFPCK ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി ശുപാർശയിൽ കൃഷിമന്ത്രിയോട് യുദ്ധം പ്രഖ്യാപിച്ച യൂണിയനുകൾ. മന്ത്രിയുടെ നീക്കം ക്രെഡിറ്റ് സ്വന്തമാക്കാനെന്ന് AITUC. സാമ്പത്തിക ക്രമക്കേടിൽ വകുപ്പുതല നടപടി വൈകുന്ന വാർത്ത ജനശ്രദ്ധയിലെത്തിച്ചത് ന്യൂസ് 18. മോഹൻലാൽ ചിത്രം ബാറോസ് ഇന്ന് തിയേറ്ററുകളിൽ. വരവേൽക്കാൻ ആവേശപൂർവ്വം ആരാധകർ. ക്രിസ്മസ് നിറവിൽ ലോകം. ആരാധനയും ആഘോഷവുമായി ലോകം ക്രിസ്മസ് തിരക്കിലാണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കുകയാണ്. പലസ്തീനിൽ ഇസ്രയേൽ ആക്രമണം തുടരുന്നതിനാൽ ക്രിസ്തു ജനിച്ച സ്ഥലമായി കരുതുന്ന ബത്ലഹേമിൽ 2ാം വർഷവും ക്രിസ്മസ് ആഘോഷങ്ങൾ പ്രാർത്ഥനയിൽ ഒതുക്കി.
ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഘോഷിക്കുന്ന ഉത്സവങ്ങളിൽ പ്രധാനം. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അവധിയുള്ള ആഘോഷങ്ങളിലൊന്ന്. വിശ്വാസത്തിന്റെ ഭാഗമല്ലാതെയും ആഘോഷിക്കുന്ന പ്രധാന ഉത്സവമാണ് ക്രിസ്തുമസ്. പ്രാർത്ഥനയും ആരാധനയും ആഘോഷവും സ്നേഹം പങ്കിടലും ഒത്തുചേരലുമൊക്കെയായി ലോകം ക്രിസ്തുമസ് തിരക്കിലാണ്. നക്ഷത്രവിളക്കുകൾ, അലങ്കരിച്ച ക്രിസ്തുമസ് ട്രീ, പുൽക്കൂട്, മധുര പലഹാരങ്ങൾ, സമ്മാനങ്ങൾ, കരോളുകൾ, സാന്താക്ലോസ്, റെയിൻഡിയേഴ്സസ്, പാട്ടും നൃത്തവുമെല്ലാമായി ലോകം പള്ളികളിലും തെരുവുകളിലും വീടുകളിലും ആഘോഷത്തിലാണ്. ക്രൈസ്തവ വിശ്വാസികളുള്ള നാടുകളിൽ മാത്രമല്ല, മഹാഭൂരിപക്ഷവും ഇതര മതവിശ്വാസികളുള്ള പല രാജ്യങ്ങളിലും ക്രിസ്തുമസ് ആഘോഷിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ ഭാഗമായും അല്ലാതെയും. ന്യൂയോർക്ക്, ലണ്ടൻ, പ്രാഗ്, സിഡ്നി, എഡിൻബർഗ്, പാരീസ് തുടങ്ങി ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പെരുമ കേട്ട നഗരങ്ങളെല്ലാം ക്രിസ്തുമസ് ആഘോഷ ലഹരിയിലാണ്. ക്രിസ്തുവിന്റെ ജനനസ്ഥലമായി കരുതുന്ന ബത്ലഹേമിൽ ക്രിസ്തുമസ് ദിനങ്ങൾ ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ കൊണ്ട് നിറയേണ്ടതാണ്. എന്നാൽ ഇത് 2ാം വർഷവും ഇവിടെ ആഘോഷങ്ങളില്ല. ഗാസയിൽ രക്തച്ചൊരിച്ചിൽ തുടരുകയാണ്. ക്രിസ്തുവിന്റെ ജന്മനാട്ടിൽ സമാധാനം ഉറപ്പിക്കാനായി ലോകം പരിശ്രമിക്കണമെന്ന് ബത്ലഹേം ഗവർണർ അഭ്യർത്ഥിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നാടെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ കുരുന്നുകളും ഇത്തവണ അതിഗംഭീരമായി ക്രിസ്മസ് ആഘോഷിച്ചു. ചുവന്ന തൊപ്പിയും തൂവെള്ള ഉടുപ്പുമണിഞ്ഞ കുരുന്നുകൾ, ബലൂണുകളും ട്രീയും കേക്കും എത്തിയതോടെ കുരുന്നുമുഖങ്ങളിൽ ചിരി വിരിഞ്ഞു. ആഘോഷം കളറാക്കാൻ കുഞ്ഞൻ പാപ്പമാരുമെത്തി. സന്തോഷം പങ്കിട്ട് മുൻ വിദ്യാഭ്യാസ മന്ത്രി എം.എ. ബേബിയും ബേബികളിലൊരാളായി. കുഞ്ഞുങ്ങൾക്ക് കേക്കും മിഠായും നൽകി ബേബി. ജനങ്ങൾ, ഇന്ത്യക്കാർ, ലോകത്ത് വിവിധ കോണുകളിലുള്ളവർ ഏതെല്ലാം ദിവസങ്ങൾ ആഘോഷിക്കുന്നുണ്ടോ ആ ദിവസങ്ങളെല്ലാം നമ്മളിവിടെ തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ. 100ഓളം കുഞ്ഞുങ്ങളാണ് അമ്മമാരുടെ കൈപിടിച്ച ശിശുക്ഷേമ സമിതിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചത്. ന്യൂസ് 18, തിരുവനന്തപുരം. റോമിലെ ക്രിസ്മസിന് ഇത്തവണ മാറ്റ് കൂടുതലാണ്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ 1/4 നൂറ്റാണ്ടിലൊരിക്കൽ മാത്രം തുറക്കുന്ന വിശുദ്ധ കവാടം തിരുപ്പിറവി രാത്രിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തുറന്നു. ഇതോടെ ജൂബിലി വർഷ ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കമായി. Dixit Iesus, Amen, Amen dico vobis, ego sum ostium ovium. റോമിലെ ആ വാതിലിലേക്കായിരുന്നു എല്ലാ കണ്ണുകളും. ഇറ്റാലിയൻ ഭാഷയിൽ പോർത്ത സാന്ത. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുൻഭാഗത്തുള്ള 5 വാതിലുകളിൽ വടക്കേ അറ്റത്ത് നിലകൊള്ളുന്ന വാതിൽ. തുറക്കാനും അടയ്ക്കാനും അധികാരം മാർപ്പാപ്പയ്ക്ക് മാത്രം. 25 വർഷത്തിലൊരിക്കൽ മാത്രം തുറക്കുന്ന പുണ്യകവാടം തിരുപ്പിറവി രാത്രിയിൽ തുറന്നു. വിശുദ്ധവാതിൽ തുറന്നതോടെ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമായി. ബോണിഫസ് 8ാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. അന്നാണ് ആദ്യമായി വിശുദ്ധ കവാടം നിർമ്മിച്ചതും തുറന്നതും. ആത്മീയ ശുദ്ധിയോടെ ഈ കവാടത്തിലൂടെ പ്രാർത്ഥിച്ച് പ്രവേശിച്ച് പത്രോസ്, പൗലോസ് ശ്ലീഹന്മാരുടെ തിരുശേഷിപ്പുകൾ വണങ്ങിയാൽ മോക്ഷപ്രാപ്തി എന്നാണ് വിശ്വാസം. തിരുപ്പിറവിയിൽ തുറന്ന പുണ്യകവാടം
2025 അവസാനം വരെ തീർത്ഥാടകർക്കായി തുറന്നുകിടക്കും. 2026 ജനുവരി 6 ജൂബിലി സമാപനാചരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ക്രിസ്മസ് ദിനത്തിൽ ആകർഷകമായി കാസർഗോഡ് മാലോം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിലെ ഭീമൻ നക്ഷത്രം. 60 അടി ഉയരമുള്ള നക്ഷത്രത്തിനൊപ്പം 600 ചെറു നക്ഷത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കിലോ ഇരുമ്പ് പൈപ്പും 3500 സ്ക്വയർ ഫീറ്റ് തുണിയും ഉപയോഗിച്ചാണ് നിർമ്മാണം. 1 ലക്ഷം രൂപയാണ് ചെലവ്. 50ലധികം ഹാലജൻ ലൈറ്റുകളും 30 ട്യൂബ് ലൈറ്റുകളുമാണ് വലിയ നക്ഷത്രത്തെ പ്രകാശിപ്പിക്കുന്നത്. ഭീമൻ നക്ഷത്രത്തിന് കൂട്ടായി ചെറു നക്ഷത്രങ്ങളുമുണ്ട്. 600 ചെറിയ നക്ഷത്രങ്ങളാണ് ചുറ്റും അലങ്കരിച്ചിരിക്കുന്നത്. ഇടവകയിലെ 600 കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചാണിത്. എല്ലാവർക്കും സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അനുഭവം നൽകിക്കൊണ്ട് ഈ നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. തീർച്ചയായിട്ടും ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു പ്രകാശത്തിൻ്റെ ഉത്സവമാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ, ദൈവം ഈ ഭൂമിയെ തൊട്ടതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. ഈ പ്രകാശത്തിൻ്റെ ഉത്സവത്തിൽ എല്ലാ മനുഷ്യരും പ്രകാശിതരായി തീരണം. പുതുവർഷ ദിനം വരെ പടുകൂറ്റ നക്ഷത്രവും കുഞ്ഞന്മാരും ഇവിടെയുണ്ടാകും. ന്യൂസ് 18 കാസർഗോഡ്. ഇനി നമുക്കൊരു സാന്റാക്ലോസിന്റെ കാഴ്ച കാണാം. കാനഡയിൽ നിന്നും എത്തിയ പഞ്ചാബി സാന്റാക്ലോസിനെ കണ്ട സന്തോഷത്തിലാണ് തൊടുപുഴയ്ക്കടുത്ത് നാഗപ്പുഴക്കാർ. ഒറിജിനൽ ക്രിസ്മസ് പപ്പയാണെന്ന് പോലും സംശയിച്ചു പോകും കാനഡയിൽ നിന്നെത്തിയ പഞ്ചാബ് സ്വദേശിയായ അമൻജിത് സിംഗ് ജോസാനെ കണ്ടാൽ. അത്രയ്ക്കുണ്ട് സാന്റാക്ലോസുമായി ഇദ്ദേഹത്തിനുള്ള രൂപസാദൃശ്യം. നാഗപ്പുഴയിലെ വെമ്പിളി ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി 2 ആഴ്ച മുമ്പാണ് അമൻജിത് സിംഗും ഭാര്യ ദുർവീന്ദർ കൗറും എത്തിയത്. ചികിത്സ പൂർത്തിയാക്കി മടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിതമായി സാന്താക്ലോസ് വേഷം അമൻജിത് സിംഗിനെ തേടിയെത്തിയത്. ആശുപത്രിയിലെ ക്രിസ്മസ് ആഘോഷ തയ്യാറെടുപ്പിനിടെയാണ് നരച്ച താടിയും കൊമ്പൻ മീശയും ആകാരവടിവുമുള്ള അമൻജിത് സിംഗിന് സാന്റയോടുള്ള രൂപസാദൃശ്യം ഡോക്ടർ മാത്യൂസ് വെമ്പിളിയുടെ മനസ്സിലേക്ക് വന്നത്. ഒട്ടും മടിക്കാതെ തൊപ്പിയും കുപ്പായവുമായി അമൻജിത് സിംഗിന്റെ മുന്നിലെത്തി. പിന്നെ താമസമൊന്നും വന്നില്ല. നിമിഷങ്ങൾക്കകം സാന്റാക്ലോസ് റെഡി. Merry Christmas and Happy New Year to all the family, friends and the center, Ayurvedic center. So I came here for the treatment in Wembley Ayurvedic Center. So again, Merry Christmas and Happy New Year to all the persons here and all the guys around here. ക്രിസ്മസ് പപ്പയായി മാറിയ അമൻജിത് സിംഗിനെ കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. അത്രയേറെ രൂപസാദൃശ്യമായിരുന്നു അമൻജിത് സിംഗിനുണ്ടായിരുന്നത്. കാനഡ ഒണ്ടാറിയോയിൽ ഫോർട്ട് കോർപ്പ് സയന്റിസ്റ്റാണ് അമൻജിത് സിംഗ്. ചികിത്സ പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ഒരു പുണ്യപുരുഷന്റെ പ്രതിരൂപമാകാനായതിന്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹവും ഭാര്യയും. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേർന്നാണ് ഇരുവരുടെയും മടക്കം. ന്യൂസ് 18 ഇടുക്കി. യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി കേരളത്തിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തിരുവനന്തപുരം ലൂർദ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് കർദിനാൾ മാർ ജോർജ് കൂവക്കാട് മുഖ്യ കാർമ്മികനായി. പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാവ തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച
വിശുദ്ധായ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തിരുവനന്തപുരം അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. പരിശുദ്ധ കുർബാനയ്ക്കും മറ്റ് കർമ്മങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യുന്ന ഏത് സമയവും ജനകീയ വിഷയങ്ങളിൽ സമീപിക്കാൻ സാധിക്കുന്ന പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിൻ സാറിന് ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരത്തിന്റെ അഭിമാനം. കഴിഞ്ഞ 15 വർഷമായി തിരുവനന്തപുരത്തിന്റെ ഏത് കാര്യത്തിലും നിറസാന്നിധ്യം. ലോക പ്രശസ്തനായ എഴുത്തുകാരൻ തന്റെ മൂർച്ചയുള്ള തൂലിക കൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും തന്റെ കാഴ്ചപ്പാടുകൾ ആരുടെയും മുമ്പിൽ അടിയറ വയ്ക്കാതെ തുറന്നു പറയുകയും വ്യത്യസ്തനായ ഒരു നേതാവ്. ചങ്ങനാശ്ശേരി അതിരൂപതയോടും പ്രത്യേകിച്ച് ലൂർദ് ഇടവകയോടും വയനാട് പുനരധിവാസം വൈകുന്നതിനെയും പാലക്കാട് പുൽക്കൂട് തകർത്തതിനെയും തോമസ് ജെ നെറ്റോ വിമർശിച്ചു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് വരാപ്പുഴ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിലും പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഈ ക്രിസ്മസ് ദിനത്തിലും ക്രിസ്മസ് ആഘോഷങ്ങളില്ലാത്ത മുനമ്പം ജനതയുടെ ക്രിസ്മസ് ദിനത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ക്രിസ്മസ് ദിനത്തിൽ നിരാഹാര സമരവുമായി മുനമ്പം ജനത മുന്നോട്ട് പോവുകയാണ്. മുനമ്പത്തെ 645 കുടുംബങ്ങളിൽ നിന്നും ഓരോ അംഗങ്ങൾ വീതം ഇന്ന് നിരാഹാരമിരിക്കും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് മുനമ്പം തീരദേശവാസികൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉച്ചയ്ക്ക് മുനമ്പത്തെത്തും. ഈ 645 പേരാണ് ഇന്ന് നിരാഹാരം ഇരിക്കുന്നത്. എന്തായാലും ഇത്രയും ദിവസങ്ങൾ നീണ്ട വലിയ സമരം, അതുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് മുനമ്പം നിവാസികളുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ അവർ പറയുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഈ സമരം തുടരുക തന്നെ ചെയ്യും. അത് പ്രാവർത്തികമായി കാണുന്നതുവരെ ആ സമരപ്പന്തലിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ മുന്നോട്ടു പോവുകയാണ് അവിടെയുള്ള ഓരോ സമരക്കാരും. ഇന്ന് ഈ ക്രിസ്മസ് എല്ലായിടത്തും മലയാളികൾ ആഘോഷിക്കുമ്പോൾ, മലയാളികൾ അടക്കമുള്ള എല്ലാ ആളുകളും ഇത് ആഘോഷിക്കുമ്പോൾ മുനമ്പം നിവാസികൾക്ക് ഇപ്പോഴും ഇന്നും ആഘോഷമില്ല എന്നുള്ള വളരെ ദുഃഖകരമായ അവസ്ഥ, അവരുടെ ദുരവസ്ഥയാണ്. അത് അധികൃതർ കാണേണ്ടത് തന്നെയാണ്. പലതവണ പല ആളുകൾ അവിടേക്ക് സമരപ്പന്തലിലേക്ക് ഐക്യദാർഢ്യവുമായി എത്തിയെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം മുനമ്പത്തേക്ക് എത്തുന്നില്ല എന്ന അവരുടെ ആരോപണത്തിന് കഴമ്പുണ്ട്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. നവമി, ഗുഡ് മോർണിംഗ്. പക്ഷെ മുനമ്പത്തുകാർക്ക് ഇന്നും സമരത്തിന്റെ ദിവസമാണ്. ക്രിസ്മസ് ദിനത്തിലും നിരാഹാരം തന്നെയാണ് അവരുടെ പദ്ധതി. എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ മുനമ്പം നിവാസികൾക്ക് ഇന്ന് ഒരു ദുഃഖത്തിൻ്റെ ദിനമാണ്. കാരണം അവരുടെ നിരാഹാര സമരം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 75 ദിവസങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ അവർ സമരത്തിൽ നിന്നും പിന്മാറില്ല എന്ന തീരുമാനത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മുനമ്പത്ത് പോയപ്പോൾ അവർ പറഞ്ഞത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ വെക്കുന്നതിന് മുൻപ്, അതായത് സർക്കാർ വിളിച്ച ഒരു സർവകക്ഷി യോഗത്തിൽ അന്ന് ഞങ്ങൾ ഉന്നയിച്ച ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കണം, ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കണം. ഇന്നിപ്പോൾ വി ഡി സതീശനും മുനമ്പത്തേക്ക് എത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിലേക്ക് എത്തുന്നു. പക്ഷെ പ്രശ്നപരിഹാരം എവിടെ? അവർ എത്രയോ ദിവസങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം അത് ആവർത്തിക്കുകയാണ് ഈ ക്രിസ്മസ് ദിനത്തിലും. ഇനി എന്തൊക്കെ ആഘോഷങ്ങൾ വന്നാലും തങ്ങൾ അതിനില്ല,
തങ്ങൾക്കത് ആഘോഷിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരപ്പന്തലിൽ തുടരാനാണ് മുനമ്പത്തുകാരുടെ തീരുമാനമെന്നറിയുന്നു. എന്തായാലും ഇന്ന് പ്രതിഷേധ ക്രിസ്മസ് ആണ് മുനമ്പത്തുള്ളത്. 645 പേർ ഇന്നും അവിടെ നിരാഹാരം ഇരിക്കുന്നുണ്ട്. ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളാണ് ഇന്ന് അവിടെ നിരാഹാരം ഇരിക്കുന്നത്. ഇന്ന് വി ഡി സതീശൻ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ അത് മുനമ്പംകാർക്കൊപ്പം ഏത് രീതിയിലാണ് UDF നിൽക്കുക, കോൺഗ്രസ് നിൽക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കേണ്ടി വരും. എന്തായാലും ഇന്ന് നിരാഹാര ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. പ്രതിഷേധ ക്രിസ്മസ് ആയാണ് ഇന്നത്തെ ക്രിസ്മസ് മുനമ്പംകാർ ആഘോഷിക്കുന്നത്. സമരപ്പന്തലിൽ തന്നെ ആളുകൾ തുടരും. 645 പേർ നിരാഹാരം അനുഷ്ഠിക്കും. നവമി തുടർന്നോളൂ. അശ്വതി, മുനമ്പം നിവാസികളെ സംബന്ധിച്ച് അവർ കൂടി ദിവസമാണ്. അത്ര ആഘോഷങ്ങളുള്ള ഒരു ദിവസം, അല്ലെങ്കിൽ കുടുംബങ്ങളിൽ നക്ഷത്രങ്ങളോ പുൽക്കൂടുകളോ ഒന്നും തന്നെയില്ല, ആഘോഷങ്ങളില്ല. ഇന്ന് ഓരോ കുടുംബത്തിലുള്ളവരും ആ നിരാഹാര പന്തലിലെത്തി അവരും നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. ഇന്നലെ ഒക്കെ മുനമ്പം സമരസമിതിയും ഒപ്പം അവിടെ ബിഷപ്പുമാരും മറ്റ് മെത്രാന്മാരും ഒക്കെ ഇന്നലെ ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ CN രാമചന്ദ്രനെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവർ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മാധ്യമങ്ങളെ കണ്ടത്. ഞങ്ങളുടെ അവകാശങ്ങൾ, തങ്ങളുടെ അവകാശങ്ങൾ അത് തിരിച്ചു കിട്ടും, ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഉറപ്പിക്കേണ്ട രേഖകളെല്ലാം തങ്ങൾ കൈമാറി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനെ വിശ്വസിച്ചിരിക്കുകയാണ് ആ മുനമ്പ നിവാസികൾ. പക്ഷേ അപ്പോഴും ഇന്ന് ക്രിസ്മസ് ദിനമാണ്, അവർ ആഘോഷിക്കേണ്ട, സന്തോഷിക്കേണ്ട, ഒരുമിച്ചിരിക്കേണ്ട ദിവസമാണ്. പക്ഷെ അവർ ഇന്ന് സമരപ്പന്തലിൽ നിരാഹാരിക്കുകയാണ്. പള്ളികളിൽ, ഈ മുനമ്പം പള്ളിയിൽ നക്ഷത്രങ്ങളില്ല, പുൽക്കൂടില്ല, ആഘോഷങ്ങളൊന്നും തന്നെയില്ല. വീടുകളിലും ആഘോഷങ്ങളില്ല, ആഹാരം വെക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് മുനമ്പ നിവാസികൾ ഇന്ന് കടന്നു പോകുന്നത്. എന്തായാലും ഇന്ന് 10 മണിക്ക് ആരംഭിക്കുന്ന നിരാഹാര സമരം 5 മണിവരെ ആയിരിക്കും. അതിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിപക്ഷ നേതാവ് മുനമ്പം സന്ദർശിക്കും. ഇന്ന് സമരമിരിക്കുന്ന മുനമ്പം നിവാസികൾക്കൊപ്പമായിരിക്കും ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ക്രിസ്മസ് ആഘോഷിക്കുക എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഇന്ന് ആ സമരമുഖത്തുണ്ടാകും. ഇന്ന് ക്രിസ്മസ് ദിനമാണ്, അവരെ സംബന്ധിച്ച് അത്രയേറെ ആഘോഷിക്കേണ്ട, അത്രയേറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. പക്ഷേ അങ്ങനെ ഒരു ദിവസത്തിൽ അവർ സമരമിരിക്കുന്നു, അതും നിരാഹാര സമരമിരിക്കുന്നു, ആഘോഷങ്ങളില്ല, തങ്ങളുടെ വീട് കൈവിട്ടു പോകുമോ എന്ന ആശങ്കയിലാണ് ഓരോ ദിവസവും അവർ കഴിഞ്ഞു വരുന്നത്. എന്തായാലും സർക്കാരിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, ജുഡീഷ്യൽ കമ്മീഷനിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എങ്കിൽ പോലും ഇന്നത്തെ ഒരു ദിവസം, അന്ന് കഴിഞ്ഞ ഈ സർവകക്ഷി യോഗം, മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലും ഇവർ ഉന്നയിച്ച ഒരേ ഒരു ആവശ്യം, ക്രിസ്മസിന് മുൻപെങ്കിലും ഇതിലൊരു അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കുക. കാരണം ഞങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കേണ്ടതാണ്, കുടുംബത്തോടൊപ്പം സന്തോഷിച്ചിരിക്കേണ്ട സമയത്ത് ഇങ്ങനെ സത്യാഗ്രഹം ഇരിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ സർവകക്ഷി യോഗത്തിലും തീരുമാനമുണ്ടായില്ല. ജുഡീഷ്യൽ കമ്മീഷൻ ആകട്ടെ 3 മാസത്തിനുള്ളിലായിരിക്കും, ഫെബ്രുവരിയോടുകൂടി മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈസ്റ്ററിന് മുൻപെങ്കിലും ഞങ്ങളുടെ ഈ അവകാശങ്ങൾ തിരിച്ച് ലഭിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് അവർ ഇപ്പോഴും കഴിയുന്നത്. എന്തായാലും 10 മണിക്കായിരിക്കും മുനമ്പ നിവാസികളുടെ ഇന്നത്തെ നിരാഹാര സമരം ആരംഭിക്കുക. അശ്വതി, നക്ഷത്രങ്ങളില്ലാത്ത, പുൽക്കൂടില്ലാത്തൊരു ക്രിസ്മസ് കൂടി കടന്നു പോവുകയാണ് അവരുടെ ഈ പ്രതിഷേധ തിരയിൽ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ വാശി കൂടി വരികയാണ്, അല്ലെങ്കിൽ അവരുടെ ദുഃഖം കൂടി വരികയാണ് എന്നുള്ളതാണ്. ഓരോ ആഘോഷങ്ങൾ പോലും അതിൽ പോലും പങ്കെടുക്കാതെ ഈ നിരാഹാര സമരത്തിലേക്കൊക്കെ എത്തുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഇത് അവരുടെ ജീവിതമാണ്, അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അത് ഏത് രീതിയിൽ ഇനി പരിഗണിക്കുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടത്. അശ്വതി, ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോൾ മുനമ്പം, അതായത് വഖഫ് ഉന്നയിക്കുന്നത് പ്രകാരം ഈ മുനമ്പം നിവാസികൾ താമസിക്കുന്ന ഇടം ഇത് വഖഫ് ഭൂമിയാണ്, ഇത് അവർക്ക് തിരിച്ചു നൽകണം. സർക്കാർ ഈ മുനമ്പത്ത് താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കണം. അങ്ങനെയായിരുന്നു ഈ വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. പക്ഷേ മുനമ്പം നിവാസികളെ സംബന്ധിച്ച് അവർ പറയുന്നത്, ഞങ്ങളുടെ പൂർവികരായി താമസിക്കുന്ന ഇടമാണ്, ഞങ്ങൾക്ക് ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, ഞങ്ങളിത് ഫറൂഖ് കോളേജിൽ നിന്നും ഞങ്ങൾക്ക് ദാനം കിട്ടിയതാണ്, അത് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചതുണ്ട്, ഇതിന്റെ എല്ലാം രേഖകളും ആധാരവും എല്ലാം ഞങ്ങളുടെ പക്കലുണ്ട്. പിന്നെ എന്ത് അവകാശമാണ് വഖഫ് ബോർഡ് ഇവിടെ ഉന്നയിക്കുന്നതെന്ന് അവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഈ ജുഡീഷ്യൽ കമ്മീഷൻ ആവശ്യപ്പെട്ട പ്രകാരം ഇവർ ഓരോരുത്തരും ഇവരുടെ പക്കലുള്ള രേഖകളെല്ലാം തന്നെ ജുഡീഷ്യൽ കമ്മീഷനെ കൈമാറിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ബിഷപ്പുമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുകയും വലിയ രീതിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. BJP നേതാക്കൾ എത്തുന്നുണ്ട്, സുരേഷ് ഗോപി എത്തിയിരുന്നു, കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരൻ എത്തിയിരുന്നു. ഇവരെല്ലാവരും പറയുന്നത് മുനമ്പൻ
നിവാസികളുടെ ഈ ആവശ്യങ്ങൾ അത് അവർക്ക് തിരിച്ചു കിട്ടുന്നത് വരെ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും. ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം തന്നെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടുന്ന് മടങ്ങുന്നത്. മുനമ്പം നിവാസികളെ സംബന്ധിച്ച് അവർ താമസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പൂർവികരായി താമസിക്കുന്ന ഇടം അത് കൈവിട്ടു പോവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് ചിന്തിക്കാൻ കൂടി കഴിയില്ല. ഇവിടുന്ന് മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കുവാനും അവരെ കൊണ്ട് കഴിയില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾ കടപ്പുറത്ത് ജീവിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ഇതല്ലാതെ മറ്റു വരുമാനങ്ങളില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ ഇവിടുന്ന് ഒഴിപ്പിക്കരുത് എന്നൊരാവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷെ വഖഫ് ബോർഡ് ആയിക്കോട്ടെ ഇത് മുനമ്പത്തെ ഈ ഭൂമി അത് വഖഫ് ഭൂമിയാണെന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ്. ഇനി എന്തായാലും ജുഡീഷ്യൽ കമ്മീഷനാണ് ഇതിലൊരു തീരുമാനം ഉണ്ടാകുക. ജുഡീഷ്യൽ കമ്മീഷൻ കൃത്യമായി ഈ ഓരോ വഖഫ് ബോർഡിനെയും റവന്യൂ വിഭാഗത്തെയും മുനമ്പം ജനതയോടുമെല്ലാം അവരുടെ കൈവശമുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രകാരം ഓരോരുത്തരും രേഖകൾ ഹാജരാക്കുന്നുണ്ട്. ജനുവരി 4-ന് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ ചെയർമാൻ അടങ്ങുന്ന സംഘം മുനമ്പം സന്ദർശിക്കുന്നുണ്ട്. അവരെ നേരിൽ കേൾക്കുവാനും അവരുടെ ആശങ്ക പങ്കുവയ്ക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ്. ആ 4-ാം തീയതിയുള്ള സന്ദർശനത്തിന് ശേഷമായിരിക്കും കളക്ടറേറ്റിൽ ഒരു ഹിയറിംഗ് വെക്കുക. ആ ഹിയറിംഗിന് ഈ ഓരോരുത്തരും അവിടെ അഭിഭാഷകരുമായി എത്തുകയും അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയായിരിക്കും അവിടെ ഒരുങ്ങുക. അതിനുശേഷം ഫെബ്രുവരിയിലായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കുക. ഈ റിപ്പോർട്ടിൽ എന്താണോ പറയുന്നത് അതായിരിക്കും സർക്കാർ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി മുനമ്പത്തെ ഈ ഒരു ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലെത്തുക എന്നുള്ളത് സർക്കാരിന്റെ ഭാഗത്തായിരിക്കും ഉണ്ടാകുക. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ഉചിതമായിട്ടുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മുനമ്പം നിവാസികളെ സംബന്ധിച്ച് ഇത് അവരുടെ ഭൂമിയാണ്. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ, രേഖകൾ അവരുടെ കയ്യിലുണ്ട്. അത് കാണിക്കേണ്ട അധികൃതരെ എല്ലാം തന്നെ ഇതിനോടകം തന്നെ സമർപ്പിക്കുകയും ചെയ്തു. സർക്കാരും അവർക്കൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. ഇതിനോടകം കോൺഗ്രസിന്റെ വിവിധ നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം മുനമ്പം സന്ദർശിച്ചിട്ടുണ്ട്. BJP നേതാക്കൾ സന്ദർശിച്ചിട്ടുണ്ട്. 27-ാം തീയതി മന്ത്രി പി രാജീവ് ഉൾപ്പെടുന്ന ഒരു സംഘം അവിടെ എത്തുകയും അവിടെ ഒരു സമ്മേളനം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കക്ഷികളും അവർക്കൊപ്പമാണെന്ന് പറയുമ്പോൾ കൂടിയും മുനമ്പം നിവാസികളുടെ ആശങ്ക പരിഹരിക്കാൻ ഇതുവരേക്കും ആയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി സർക്കാരാണിത് ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അന്തിമ തീരുമാനം എടുക്കേണ്ടത്. പൂർണ്ണ വിശ്വാസത്തിലാണ് മുനമ്പം നിവാസികൾ. സർക്കാരിൽ വിശ്വാസമുണ്ട്, കേന്ദ്ര സർക്കാരിൽ വിശ്വാസമുണ്ട്. അവിടെ നിന്ന് കുടി ഒഴിപ്പിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് അവർ ഓരോ നിമിഷവും ജീവിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് നടക്കുന്ന ക്രിസ്മസ് ദിനത്തിൽ അത്രയേറെ സന്തോഷിക്കേണ്ട ഒരു ദിനത്തിൽ അവരെ സംബന്ധിച്ച് നിരാഹാരമായിരിക്കും. ഈ 635 കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങൾ വീതവും ഈ നിരാഹാര പന്തലിലെത്തി നിരാഹാരം അനുഷ്ഠിക്കും. വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും ഇവരുടെ നിരാഹാരം. വീടുകളിലൊന്നും നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ചപ്പോൾ വീടുകളിലൊന്നും തന്നെ നക്ഷത്രങ്ങളില്ല, പുൽക്കൂടുകളില്ല, പള്ളിയിലായിക്കോട്ടെ ഒരു അലങ്കാരവും ഇല്ല. അവരൊക്കെ അത്രയേറെ ദുഃഖത്തിലാണ്. അവരെ ഈ ഒരു എങ്ങനെയാണ് ഞങ്ങളുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് അവർ ഞങ്ങളോടൊക്കെ ചോദിച്ചത്. എന്തായാലും 10 മണിയോടുകൂടി ആരംഭിക്കുന്ന ഈ ഒരു നിരാഹാരം, പക്ഷെ അത് ഇന്നത്തെ ദിവസം കഴിഞ്ഞ് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന് 75 ദിവസമായി. ഓരോ ദിവസവും ഈ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിലൊക്കെ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു ഈ നിരാഹാര സമരം അവസാനിപ്പിക്കണം, നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാകാൻ സർക്കാരും ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എങ്കിൽ കൂടിയും അവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഈ അവകാശങ്ങൾ അവസാനം കിട്ടുന്നതുവരെ, അല്ലെങ്കിൽ ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ ഈ സമരം തുടരുമെന്നാണ് അവരും പറയുന്നത്. ശരി നവമിക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. എങ്ങനെയാണ് ഇന്നിപ്പോ റെഡ് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ് നവമിയുടെ? ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുനമ്പത്തേക്ക് തിരിക്കും. മുനമ്പം നിവാസികൾക്കൊപ്പമായിരിക്കും ഇവിടത്തെയും ക്രിസ്മസ്. അതാണ് ക്രിസ്മസ് ആഘോഷം. നവമിക്ക് ഇത്തവണ ക്രിസ്മസ് ഇല്ല എന്ന് പറയാം അല്ലേ? ക്രിസ്മസ് അങ്ങനെയും പറയാം. ശരി, എന്തായാലും നല്ലൊരു ദിവസം ഓഫീസിൽ തന്നെയായിരിക്കും. അതെ അതെ അതെ, എന്തായാലും നമുക്കൊക്കെ ക്രിസ്മസ് നമ്മളെല്ലാം വേണ്ടി പോയവർ, അതെ, നമ്മളെല്ലാവരും ജോലിയിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് പരിമിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. എന്തായാലും വെരി ഹാപ്പി ക്രിസ്മസ് ടു യു. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യൂട്യൂബ് ഇപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.
കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാന് പകരം ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ബീഹാർ ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണറാവുക. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഔദ്യോഗികമായ നടപടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഗവർണറായി എത്തുന്നത്. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇതിന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങി. നേരത്തെ ബീഹാർ ഗവർണറായിരുന്നു അദ്ദേഹം. ഗോവയിൽ സ്പീക്കറായിരുന്നു. BJPയുടെ നേതാവും RSSലൂടെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയ വ്യക്തിയാണ്. ദീർഘകാലം ഗോവയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട BJP നേതാവ് കൂടിയാണ്. അദ്ദേഹമാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഗവർണർ സ്ഥാനത്തേക്ക് എത്തുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഗവർണർ സ്ഥാനത്തിന് മാറ്റമുണ്ടാവും. ഒട്ടേറെ വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു ഗവർണർ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള സർക്കാരുമായും നിരന്തരമായും മുഖ്യമന്ത്രിയുമായും കേരള സർക്കാരുമായിട്ടുള്ള ഒട്ടേറെ വിവാദങ്ങളിലൂടെ, രാഷ്ട്രീയ വിവാദങ്ങളിലൂടെ, സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അങ്ങനെ സംഭവബഹുലമായ ഒരു ഗവർണർ സ്ഥാനത്തിനാണ് ഇപ്പോൾ അവസാനം ആയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് പരസ്യമായി ഗവർണറും മുഖ്യമന്ത്രിയും ഗവർണറും സർക്കാരും തമ്മിലൊക്കെ ഏറ്റുമുട്ടുന്ന നിരവധി സന്ദർഭങ്ങളുണ്ടായിരുന്നു. ഇനി ശബരിമല വാർത്തകൾ. ശബരിമലയിൽ ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയാണ്. ഉച്ചയ്ക്ക് 1:30 പമ്പയിൽ ദേവസ്വം മന്ത്രി VN വാസവൻ തങ്കയങ്കി ഘോഷയാത്രയെ സ്വീകരിക്കും. വൈകുന്നേരം 6:40 ഇന്ന് ദീപാരാധന. നാളെ മണ്ഡലപൂജ നടക്കാനിരിക്കെ രാവിലെ 11 മണി മുതൽ പമ്പയിൽ നിന്നും തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. G ശ്രീജിത്താണ് വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ചേരുന്നത്. ശ്രീജിത്ത്, ആദ്യം തന്നെ ഹാപ്പി ക്രിസ്മസ്. ഇത്തവണ ശ്രീജിത്തിന്റെ ക്രിസ്മസ് അവിടെയാണ്, സന്നിധാനത്താണെന്ന് മനസ്സിലാക്കുന്നു. ശബരിമല വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് അവിടെയും പ്രത്യേകതയുള്ള ദിവസമാണ്. തിരക്കെത്രത്തോളമാണ്? ക്രിസ്മസ് ആശംസകൾ അശ്വതി. അവിടെയും ഗംഭീരമായ ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കട്ടെ. എന്തായാലും ശബരിമല പൂർണ്ണമായ ഒരു മണ്ഡല പൂജ അതിന്റെ ആഘോഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് ഇന്ന് കാത്തിരിക്കുന്നത് തങ്കയങ്കി ഘോഷയാത്രയ്ക്കാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുകയാണ് ഇന്ന് വൈകുന്നേരം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇന്ന് ഇവിടെ ഈ സന്നിധാനമുള്ളത്. ഉച്ചയ്ക്ക് ഏതാണ്ട് 1:30 ദേവസ്വം മന്ത്രി VN വാസവൻ ഈ ഘോഷയാത്രയെ സ്വീകരിക്കും. അതിനുശേഷം, അതായത് ഭക്തർ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 11 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. ഈ ശരം കുത്തിയിൽ ഈ ഘോഷയാത്ര എത്തിയ ശേഷം മാത്രമായിരിക്കും ഭക്തരെ പമ്പയിൽ നിന്ന് കടത്തിവിടുക. അതായത് ഏതാണ്ട് ഒരു 5 മണിക്ക്. അതിനുശേഷം ഒരു 6:15 ഈ ഘോഷയാത്ര ഇവിടെ ഈ സന്നിധാനത്തേക്ക് എത്തിച്ചേരും. 6:40 ഇന്ന് ദീപാരാധന ഉണ്ടാകുക. ഈ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇന്ന് ഈ ഭക്തർക്ക് പിന്നീട് ദർശനം ഉള്ളത് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ഒക്കെ അറിയിച്ചിട്ടുള്ളത്. പൂജകളുണ്ട്, വിവിധ തരത്തിലുള്ള പൂജകളുണ്ട്. ഇത് തങ്കയങ്കി ചാർത്തേണ്ട ചടങ്ങുകളുണ്ട്. അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആ സമയത്ത് ഭക്തർക്ക് ദർശനം ഉണ്ടാകില്ല. ഏതായാലും തങ്കയങ്കി ചാർത്തിയുള്ള ഭഗവാനെ ദർശിക്കാൻ 6:40 ശേഷം ഭക്തർക്ക് അവസരമുണ്ടാകും. അതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായ ശേഷം നാളെ ഉച്ചയ്ക്ക് ഏതാണ്ട് 12:30 മണ്ഡല പൂജ നടക്കുക. 12:30 മുതൽ 1 മണി വരെയുള്ള സമയത്താണ് മണ്ഡല പൂജ നടക്കുക. ഇന്ന് നട അടയ്ക്കുന്നതിലും ചില പ്രത്യേകതകളുണ്ട്. 3 മണി വരെ, സാധാരണ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് നട തുറക്കുന്നത്. പക്ഷെ ഇന്നത് 5 മണിയാക്കിയിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് ശേഷം പിന്നീട് 5 മണിക്ക് മാത്രമേ ഉള്ളൂ. കാരണം ആ സമയത്ത് കാര്യമായ ഭക്തർക്ക് ദർശനവും ഇല്ല. ഉച്ചയ്ക്ക് ശേഷം ഭരത്തിൽ ദർശനമില്ല. പിന്നെ ദീപാരാധനയ്ക്ക് ശേഷം മാത്രമേ ദർശനം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ഇന്ന് വലിയ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യത, കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രത്തോളം തിരക്കിന് സാധ്യതയില്ല. കാരണം ഒന്ന്, നിയന്ത്രണങ്ങളുണ്ട്. 2, ഭക്തരെ കടത്തിവിടുന്ന സമയങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് വലിയ തിരക്ക്, ഒരു തിക്കിത്തിരക്ക് ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണം നടത്തിയിരിക്കുന്നു. എന്തായാലും തങ്കയങ്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കാത്തിരിക്കുകയാണ് ഈ സന്നിധാനം. അശ്വതി. ശരി, G ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമലയിൽ ഇന്ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയുണ്ട്. ഉച്ചയ്ക്ക് ഘോഷയാത്ര സന്നിധാനത്തെത്തും.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരളത്തിന് പുതിയ ഗവർണർ എത്തുകയാണ്. ബീഹാർ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് പുതിയ ഗവർണർ. കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ പകരം ബീഹാർ ഗവർണറാകും. RSS നേതൃനിരയിലുണ്ടായിരുന്ന ആർലേക്കർ കേരളത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ ഗവർണർ ബന്ധം ഏത് നിലയിലാകുമെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും. കിരൺ, ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ. ഒപ്പം ഈ ആർലേക്കർ എത്തുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ്, സർക്കാർ ഗവർണർ ബന്ധം ഇനി ഏത് നിലയിലാകും എന്നുള്ളത്. അശ്വതി, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. കഴിഞ്ഞ 5 വർഷവും ഗവർണർ സർക്കാർ പോര് അത്രമേൽ രൂക്ഷമായിരുന്നു. കേരള ചരിത്രത്തിൽ മുമ്പും പല ഘട്ടങ്ങളിലും സർക്കാരും ഗവർണറുമായി പലതരത്തിലുള്ള സമ്മർദ്ദവും പോരുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പരസ്യമായ പോരിലേക്ക് പോയ ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. അത്തരത്തിലേക്ക് ഒരു ഗവർണർ വന്ന് മാധ്യമങ്ങളോട് സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കുന്ന രീതിയും ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന ശേഷമാണ് ഉണ്ടായത്. ഗവർണർ തന്നെ നേരിട്ട് സമരങ്ങളെ നേരിടുക, അല്ലെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങുക എന്നുള്ള രീതിയൊക്കെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന ശേഷമാണ് കേരളത്തിലുണ്ടായത്. അത്രമേൽ വഷളായിരുന്നു കേരളത്തിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം. പലപ്പോഴും സർക്കാരിന്റെ സുപ്രധാനമായ ഫയലുകളിലടക്കം ഒപ്പിടാതെ വെക്കുകയും സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇത് കോടതിയുടെ പരിഗണനയിലടക്കം എത്തുകയും ചെയ്ത വിഷയമടക്കം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലാവധി പൂർത്തിയായിട്ടും അദ്ദേഹത്തെ മാറ്റാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് കാലാവധി നീട്ടി നൽകും എന്നൊരു പൊതു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ്, ആരും ചിന്തിക്കാതിരുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തീരുമാനം രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര ആർലേക്കറിനെ കേരള ഗവർണറായും ബീഹാറിലേക്ക് കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ പകരം നിയമിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ മാറുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷത്തിന് സർക്കാർ ഗവർണർ പോരിന് അയവ് വരുമോ, അതോ കൂടുതൽ ഊഷ്മളമായ രീതിയിലേക്ക് ആ ബന്ധം മാറുമോ, അതോ പോര് കൂടുതൽ രൂക്ഷമാകുമോ എന്നൊക്കെ ആകാംക്ഷ ഉയർത്തുന്ന ചോദ്യം തന്നെയാണ്. ആർലേക്കറിനെ സംബന്ധിച്ചും ഗോവക്കാരനാണ്, ഗോവയിലാണ് അദ്ദേഹം ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ RSS പ്രവർത്തകനായി വന്നതാണ്. BJP രൂപീകരിച്ച കാലം മുതൽ തന്നെ BJP പ്രവർത്തകനായി ഉണ്ട്. അതോടൊപ്പം തന്നെ ഗോവയിൽ നിന്ന് MLA ആയിരുന്നു, അദ്ദേഹം മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു. 2014 മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായി പോകുന്ന സമയത്ത് ഗോവയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നു. പക്ഷേ അവസാന നിമിഷം ആ തീരുമാനം മാറ്റുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തെ ഹിമാചൽ പ്രദേശിന്റെ ഗവർണറായി 2021 നിയമിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം ബീഹാറിലെ ഗവർണറായി വന്നത്. ഇതിലെ രാഷ്ട്രീയപരമായ ഏറ്റവും വലിയൊരു പ്രത്യേകത, ബീഹാറിൽ ഈ വർഷം എന്ന് പറയുമ്പോൾ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ബീഹാർ കേന്ദ്ര സർക്കാരിനെയും BJPയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. ബീഹാറിൽ ഒരു ഭാഗത്ത് BJP JDU സഖ്യമാണ് നിൽക്കുന്നത്, അവിടെ ഭരണത്തിലിരിക്കുന്നത് ആ സഖ്യമാണ്. പക്ഷേ JDU പലതവണ മുന്നണി മാറിയ ഒരു പാർട്ടി കൂടിയാണ്. നിതീഷ് കുമാർ RJDക്കൊപ്പവും കോൺഗ്രസിനൊപ്പവും മറിച്ച് വീണ്ടും BJPക്കൊപ്പവും വീണ്ടും മറുകക്ഷിയിലേക്കൊക്കെ കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനിടയിൽ 6 തവണ ഇത്തരത്തിൽ മുന്നണി മാറിയ ഒരു നേതാവ് കൂടിയാണ്. അത് ഒരു പ്രതിസന്ധിയായി ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് RJD കോൺഗ്രസ് സഖ്യം അവിടെ ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുകയാണ്. അവർക്ക് ശക്തമായ വേരുകൾ അവിടെയുണ്ട്. അത്തരമൊരു തെരഞ്ഞെടുപ്പിലേക്ക് ബീഹാർ നീങ്ങുമ്പോൾ കൂടുതൽ അത്തരത്തിൽ ഇടപെടാൻ കഴിയുന്ന കേന്ദ്ര സർക്കാരിന് വേണ്ടി BJPക്ക് വേണ്ടി ഇടപെടാൻ കഴിയുന്ന ഒരു ഗവർണർ എന്ന നിലയ്ക്ക് ആവാം ചിലപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് നിയമിച്ചു. അതോടൊപ്പം തന്നെ ബീഹാറിൽ മുസ്ലിം വോട്ട് നിർണായകമായ ഒരു സംസ്ഥാനം കൂടിയാണ്. മറിച്ച് കേരളത്തെ സംബന്ധിച്ച് ചിന്തിച്ചാൽ രാജേന്ദ്ര ആർലേക്കർ വരുമ്പോൾ, രാജേന്ദ്ര ആർലേക്കർ RSS ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വന്ന ഒരു നേതാവാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ പല പാർട്ടികളിൽ നിന്ന് അവസാനം BJPയിലേക്ക് എത്തിയ ഒരു നേതാവല്ല. RSSന്റെ സംഘപരിവാറിന്റെ അതേ സ്കൂൾ പഠിച്ചു വന്ന, അല്ലെങ്കിൽ ആ തരത്തിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പല വിവാദങ്ങളിൽ കൂടി ഒരു തരത്തിലാണ് സർക്കാരുമായി വിവാദങ്ങളിൽ ഏർപ്പെട്ടത് ആരിഫ് മുഹമ്മദ് ഖാനെങ്കിൽ, മറ്റൊരു തരത്തിലുള്ള വിവാദങ്ങളിൽപ്പെട്ട ആൾ കൂടിയാണ് രാജേന്ദ്ര ആർലേക്കർ. അദ്ദേഹം ഏറ്റവും അവസാനം നടത്തിയ പ്രസ്താവന മഹാത്മാഗാന്ധിക്ക്, രാഷ്ട്രപിതാവിന് എതിരായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. സത്യാഗ്രഹത്തിലൂടെ അല്ല, ഇന്ത്യയിലെ ജനങ്ങൾ ആയുധം കയ്യിലെടുത്തത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ തയ്യാറായത്, വിട്ടുപോയത്, അല്ലാതെ സത്യാഗ്രഹം കൊണ്ടൊന്നും ആയിരുന്നില്ല എന്ന് ഗാന്ധിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ പ്രസ്താവന കൂടിയായിരുന്നു. പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികളാകെ അതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിരുന്നു.
മഹാത്മാഗാന്ധിയെയും BR അംബേദ്കറെയും ഒക്കെ അവരുടെ രാജ്യത്തിന് നൽകിയ പങ്കിനെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ അനാദരിക്കുക എന്നുള്ള ഒരു നിലപാട് RSS നിലപാടിന്റെ തുടർച്ചയാണ് ഇദ്ദേഹത്തിന്റെ നിലപാട് എന്നതുകൂടിയുള്ള ആരോപണമൊക്കെ ഉയർന്നിരുന്നു. ആ തരത്തിലേക്കുള്ള പ്രസ്താവനയാണ്. മുമ്പും അദ്ദേഹത്തിന്റെ സമാനമായ ഒരു പ്രസ്താവന വലിയ വിവാദമായിരുന്നു. കനയ്യകുമാർ ദേശീയ തലത്തിലടക്കം BJPക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വലിയ തോതിലേക്ക് സമരവുമായും രൂക്ഷമായ ആക്രമണവുമായിട്ടൊക്കെ മുന്നിൽ നിന്ന് JNUവിലെ സമരമൊക്കെ നയിച്ച കാലത്ത് ബീഹാറുകാരനാണ് കനയ്യകുമാർ. അന്ന് കനയ്യകുമാറിനെതിരെ അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട അതിനുശേഷമാണ് ഉന്നയിച്ചത് ഒരു പ്രധാനപ്പെട്ട ആരോപണം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് കരുതി കനയ്യകുമാർ എന്തും പറയാം എന്ന് കരുതരുത് എന്നാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഗവർണർമാർ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതല്ല. ഈ രാജേന്ദ്ര അർലേക്കറിന്റെ ഏറ്റവും അവസാനം ഗാന്ധിയെ സത്യാഗ്രഹം കൊണ്ടല്ല അല്ലെങ്കിൽ സത്യാഗ്രഹ സമരം ഒരു തരത്തിൽ ലോകമാകമാനം അംഗീകരിച്ചാണ്, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചതാണ്. സായുധ കലാപത്തിനൊക്കെ അപ്പുറത്തേക്ക് ഗാന്ധിയുടെ സത്യാഗ്രഹ മാർഗം എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളെ അടക്കി ഭരിച്ച ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിർബന്ധിതമാക്കിയത് അല്ലെങ്കിൽ സത്യാഗ്രഹത്തിന്റെ പ്രാധാന്യത്തിലേക്ക് ലോകമാകമാനം പോകുന്ന സമയത്താണ് സത്യാഗ്രഹം കൊണ്ടല്ല സായുധ സമരം കൊണ്ടാണ്, ആയുധം കയ്യിലെടുത്തത് കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ള മറ്റൊരു വാദം അദ്ദേഹം ഉന്നയിച്ചത്. അതേപോലെ തന്നെയാണ് ആ തരത്തിൽ നേരത്തെ ബീഹാറിൽ ഇപ്പോൾ സർക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടൽ ഇല്ലാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ബീഹാറിലെ BJP കൂടി പങ്കാളിയായ സർക്കാരാണ്. അവിടെ നിതീഷ് കുമാറിന്റെ സർക്കാരാണ് ഭരിക്കുന്നത്. നേരത്തെ അവിടെ RJD കൂടി പങ്കാളിയായ സർക്കാർ ഭരിക്കും. RJDയും കോൺഗ്രസും JDയും ചേർന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഈ തരത്തിലുള്ള അവിടുത്തെയും യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇത്തരം ഭിന്നതയും ഒക്കെ ഉണ്ടായ ഒരാളാണ്. കേരളവുമായി അടുത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം ഗോവയിൽ നിന്ന് ഒരാൾ വരുന്നു എന്നതും കേരളത്തെ കൂടുതൽ അറിയുന്ന ഒരാൾ വരുന്നു താരതമ്യേന ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ രാഷ്ട്രീയത്തിൽ സൗമ്യനായ ഒരു വ്യക്തി കൂടിയാണ് എന്നതൊക്കെ ചിലപ്പോൾ അനുകൂലമാകാം. പക്ഷേ ഈ അവസാന ഘട്ടത്തിലൊക്കെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആരിഫ് മുഹമ്മദ് ഖാന്റെ പല പ്രതികരണങ്ങളും ഗവർണർ എന്ന പദവിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു സവിശേഷത കൂടി അതിലേക്ക് വന്നിരുന്നു. പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അവിടെ ഇറങ്ങി അവരെ വെല്ലുവിളിക്കുക, ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. പല സന്ദർഭങ്ങളും മുഖ്യമന്ത്രിക്ക് മുഖം കൊടുക്കാതിരിക്കുക, പിണങ്ങിപ്പോകുന്ന അവസ്ഥ, അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ആർലേക്കറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ രാഷ്ട്രീയപരമായ എതിർപ്പിനപ്പുറം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അശ്വതി, ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വഭാവത്തിന്റെ സവിശേഷത ഒരു പരിധിവരെയൊക്കെ അവരുടെ മറ്റ് രാഷ്ട്രീയ അഭിപ്രായങ്ങളും ഒക്കെ വരാറുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവരൊക്കെ സ്വീകരിക്കുന്നവർ പരസ്യമായി സ്വീകരിക്കുക അവരുടെ ഈ സ്വഭാവ സവിശേഷതയെ മറയാക്കിക്കൊണ്ട് ഇവർ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് പലപ്പോഴും ഇവരൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതും അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുക. ആരിഫ് മുഹമ്മദ് ഖാനൊക്കെ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിന് തന്നെ അദ്ദേഹത്തെ കേരള ഗവർണർ എന്ന രീതിയിൽ അദ്ദേഹം അങ്ങനെ ഒരു വിജയമായിരുന്നില്ല എന്നൊക്കെ അഭിപ്രായം കേന്ദ്ര സർക്കാരിനും അദ്ദേഹത്തെ കേരളത്തിൽ നിന്ന് ഗവർണർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്നൊക്കെ അഭിപ്രായമൊക്കെ ഉയർന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കേരള സർക്കാരുമായി പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത്. അത് അസാധാരണമായ രീതിയിലായിരുന്നു. അതുവരെ ഇന്ത്യയിലെ ഒരു ഗവർണറും സ്വീകരിക്കാത്ത രീതിയിലേക്ക് പരസ്യമായി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമങ്ങളിലൂടെ സർക്കാരിനെതിരെ പ്രതികരിക്കുക, മാധ്യമങ്ങളെ തന്നെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വാർത്ത നൽകുന്ന മാധ്യമങ്ങളെ ഞാൻ എൻ്റെ വാർത്താ സമ്മേളനത്തിലേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങളെ ഇറക്കി വിടുക, വലിയ പ്രതിഷേധമൊക്കെ ഉയർന്ന ഘട്ടമാണ്. യഥാർത്ഥത്തിൽ ഭരണഘടനാപരമായി ഒരു പദവി വഹിക്കുന്ന ഗവർണർ സ്ഥാനത്തിരിക്കുമ്പോൾ സാധാരണഗതിയിൽ ജനാധിപത്യത്തിന് ഉന്നതമായ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരാളാണ്. അങ്ങനെ ഒരാളുടെ ഭാഗത്ത് നിന്നാണ് അല്ലെങ്കിൽ പരസ്യമായി എപ്പോഴും ഏത് സർക്കാർ ഭരിച്ചാലും രാഷ്ട്രീയ നിയമനങ്ങൾ തന്നെയാണ് ഗവർണറുടേത്. പക്ഷേ ഗവർണറുടേത് രാഷ്ട്രീയ നിയമനമാണെങ്കിലും രാഷ്ട്രീയം പരസ്യമായി പ്രകടിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ പരസ്യമായി ചെയ്യാതിരിക്കുക എന്നൊരു സാമാന്യ മര്യാദ, അത്തരം ഒരു മറ ഇട്ട് മാത്രമാണ് എല്ലാ ഗവർണർമാരും പലപ്പോഴും ഇടപെട്ടിരുന്നത്. പ്രധാനമായും പുതിയ സർക്കാരുകളൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവർക്ക് താല്പര്യമുള്ളവരുടെ അവകാശവാദം ആദ്യം അംഗീകരിക്കുന്ന രീതി, അങ്ങനെ ചില ഇടപെടലുകൾക്ക് അപ്പുറത്തേക്കുള്ള ഒരു പരസ്യമായ ഒരു ഏറ്റുമുട്ടൽ അങ്ങനെയൊന്നും സാധാരണഗതിയിൽ ഗവർണർമാരില്ലായിരുന്നു. മുമ്പും ജസ്റ്റിസ് പി സദാശിവം ഗവർണറായിരുന്നപ്പോഴും കേരള സർക്കാരുമായി പലതരത്തിലുള്ള സമ്മർദ്ദവും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരു മര്യാദയുടെ പരിധി വെച്ചുകൊണ്ട് ഇതുവരെ തുടർന്ന ഒരു രീതിയുടെ രാഷ്ട്രീയ മര്യാദയും മാന്യതയും ഒക്കെ പരിധിയിൽ നിന്നുകൊണ്ടായിരുന്നു അത്തരം ഏറ്റുമുട്ടലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത് അങ്ങനെ ആയിരുന്നില്ല. അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് എങ്ങനെയാണോ രാഷ്ട്രീയക്കാർ ഒരു പരസ്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാൾ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുന്നത് ആ മട്ടിലായിരുന്നു. ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആർലേക്കർ കേരള ഗവർണറായി എത്താൻ പോവുകയാണ്. ഇനി എന്താകും മുന്നോട്ടുള്ള കാര്യങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു വാർത്തയിലേക്കാണ്. ആലപ്പുഴ വലിയഴീക്കലിൽ തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാർത്തിയാനി അമ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമായിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി.
ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. ശരണ്യ, വളരെ ഗൗരവമുള്ള ഒരു വാർത്തയാണ്. തെരുവുനായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ, മരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും ആകുന്നില്ല. അത്രത്തോളം ആഴമുണ്ട് ആ വാർത്തയ്ക്ക്. എന്തൊക്കെയാണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായിട്ടും അശ്വതി, അതീവ ഗൗരവമാണ് വിഷയം. കാരണം ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഇതൊരു തീരദേശ ഗ്രാമമാണ്, വലിയഴിക്കൽ പഞ്ചായത്തിൽ 6-ാം വാർഡാണിത്. മത്സ്യത്തൊഴിലാളികളടക്കം നിരവധി ആളുകൾ മത്സ്യബന്ധനത്തിന് പോകുന്ന ഒരിടമാണ്. രാത്രിയും പുലർച്ചെയും ഒക്കെ ജോലിക്ക് പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു തെരുവുനായ ആക്രമണത്തിൽ ഒരു വയോധികയ്ക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇന്നലെ ഈ സംഭവം നടന്ന സ്ഥലമാണ്. വലിയഴിക്കൽ 6-ാം വാർഡിൽ, ആറാട്ടുപുഴ പഞ്ചായത്ത് 6-ാം വാർഡിൽ കാർത്തിയായനി അമ്മയാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ അതിക്രൂരമായി ഇന്നലെ കൊല്ലപ്പെട്ടത്. ഈ കാണുന്ന സ്ഥലത്താണ് കാർത്തിയായനി അമ്മ ഇന്നലെ ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. മകൻ പ്രകാശൻ വ്യക്തമാക്കിയത് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് അമ്മയെ ഇവിടെ ഇരുത്തിയിട്ട് പോയതാണ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ ഉണ്ട്. ഒപ്പം തന്നെ ഭക്ഷണം കഴിച്ച പാത്രവും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഇവർ രണ്ടുപേരും, അതായത് ഈ സ്ഥലത്തൊക്കെ രക്തം വാർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. വൈകിട്ട് 4 മണിയോടുകൂടി മകൻ പ്രകാശൻ എത്തുമ്പോൾ കാർത്തിയായനിയമ്മയും പ്രകാശന്റെ ഭാര്യ ജൂലിയും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. പ്രകാശൻ ഇവിടെ കൊല്ലത്ത് ജോലി ചെയ്യുന്ന ആളാണ്. രാവിലെ പ്രകാശൻ ജോലിക്ക് പോയി. ഒപ്പം തന്നെ ഭാര്യ കായംകുളത്തേക്ക് പോയിരുന്നു എന്നുള്ളതാണ് പ്രകാശൻ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. വൈകിട്ട് പ്രകാശൻ വരുമ്പോൾ ആണ് അമ്മ ഇത്തരത്തിൽ നായകളുടെ ആക്രമണത്തിന് ഇരയായി കിടക്കുന്നത് കാണുന്നത്. ഈ വീട്ടിൽ തന്നെ ഒരു തെരുവ് നായുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ തന്നെ ഒരു വളർത്തു നായുണ്ട്. വരുമ്പോൾ ഈ നായയെ ഒരു നായ കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രകാശൻ വ്യക്തമാക്കിയത്. പ്രകാശൻ വരുന്ന സമയത്തും ഇവിടെ നായ്ക്കളുണ്ടായിരുന്നു. ഒരുപക്ഷെ ഭക്ഷണം കയ്യിലുണ്ടായിരുന്നത് ആയിരിക്കണം ഇത്തരത്തിൽ ഒരു നായകൾ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കാൻ കാരണം. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വേലിയുടെ ഭാഗം തുളച്ചാണ് നായ്ക്കൾ അകത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ആരും അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പരിസര പ്രദേശങ്ങൾ ഒന്ന് നമുക്ക് കാണാം. ആളുകൾക്ക് അതിരൂക്ഷമായ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആളുകളുടെ പ്രതിഷേധ അവരുടെ വാക്കുകളിലേക്ക് പോകേണ്ടതായും ഉണ്ട്. നമുക്ക് ഈ സ്ഥലം ഒന്ന് നമുക്ക് കാണാം. ഇതാണ്, അതായത് ശരി കണ്ടോ, തൊട്ടടുത്ത് ഉള്ളത് കടലാണ്. ഒപ്പം തന്നെ ഒരു ടൂറിസം, വലിയഴിക്കലെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടിയാണിത്. ഈ കാണുന്ന ഈ കടയൊക്കെ, തൊട്ടടുത്ത കടയൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും ഈ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ വൈകിട്ട് മകൻ എത്തുന്ന സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ഈ വീടിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ആളുകൾ പറയുന്നത്. ഒപ്പം അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മറ്റു ആളുകളുമായി വലിയ സഹകരണമൊന്നും ഇല്ലാത്ത ആളുകളാണ്. ഒപ്പം ഈ അമ്മ കൂടുതൽ സമയത്തും ഈ പുറത്തെ ഷെഡിലാണ് ഉണ്ടാവാറുള്ളത് എന്നുള്ളതും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രദേശവാസികളെ ആളുകളോട് ചോദിക്കാം, അതിരൂക്ഷമാണോ ഇവിടെ തെരുവുനായ്ക്കളുടെ ശല്യം? എന്താ അവസ്ഥ, എന്താ ചേട്ടാ? നമുക്ക് ഞങ്ങളെല്ലാം മത്സ്യത്തൊഴിലാളികൾ, ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഒന്നാമത്തെ കാര്യം, പിന്നെ ഇവിടെ ഒരു പോസ്റ്റേ പോലെ ഒരു ലൈറ്റ് പോലും ഇല്ല. ഞങ്ങൾ രാത്രി പോകുന്ന കല്ലും വടിയും ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് ജീവൻ പണയം വെച്ചുള്ള പോക്കം വരുമോ? അത് കൂട്ടത്തോട് ഒരു വട്ടി ചാടി വീണ് കഴിഞ്ഞാൽ കൂട്ടത്തോടെല്ലാം കൂടെ ഒന്നിച്ച് വരുമോ? ബൈക്കുകാർക്ക് പോകാനൊക്കത്തില്ല, കാറുകാർക്ക് പോകാനൊക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മറിഞ്ഞു വീണെല്ലാം പിന്നെ ഇവിടെ പൊട്ടിയും പിന്നെ വണ്ടി ഓടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഇവർ പറയുന്നതാണ്. പുലർച്ചെയൊക്കെയാണ് മത്സ്യത്തൊഴിലാളികളായ ആളുകൾ ജോലിക്ക് പോകുന്നത്. പുലർച്ചെ പല സമയങ്ങളിലായി അവർക്ക് പോകേണ്ടി വരുന്നുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഇതിലെ കൂടി സഞ്ചരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. നിരവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പരാതി പറയുന്നുണ്ട്. അവർ പറയുന്നത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോലീസിൽ പരാതി നൽകുന്ന ഘട്ടത്തിൽ നിയമപരമായ പരിമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കുറച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, ഞാൻ അവരോടൊന്ന് ചോദിക്കാം.
ചേച്ചി ഇവിടുത്തെ ഒരു നിങ്ങളുടെ ഒരു സാഹചര്യം എന്താ? ഞങ്ങളുടെ സാഹചര്യം ഞങ്ങളിപ്പോ ഭയന്നാണ് ഇവിടെ ജീവിക്കുന്നത് ഈ പട്ടിയുടെ ശല്യം കൊണ്ട്. ബിജി ഇങ്ങോട്ട് വന്നേ. നമ്മൾ ഓടി വരത്തില്ലേ, അത് ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷെ പട്ടി പേ വരുന്ന പട്ടിക്ക് എന്താ ബ്ലഡ് വരുന്നെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അവരും കടയടച്ച് ഞാനും വീടടച്ച് ഈ പട്ടിയുടെ ഓട്ടം. അപ്പൊ ബാക്കിയുള്ള പട്ടിയെല്ലാം ഈ ഇവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് 1000 പട്ടി കുരയ്ക്കുന്നു. എപ്പോഴായിരുന്നു വൈകുന്നേരം ഒരു 1:45 മുതൽ 3:30 5:30 വരെ ഈ പട്ടിയുടെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും 5 മണി വരെ ഓട്ടം. അങ്ങനെ ഒരു അസ്വാഭാവികമായി നിങ്ങൾ കണ്ടിരുന്നില്ലേ? അല്ല, പട്ടി ഓടുകയും മരികയും പട്ടി ബ്ലഡുമായിട്ട് ഓടി വരികയൊക്കെ ചെയ്യുന്നതേ കണ്ടുള്ളല്ലോ. നമ്മളിത് കാണുന്നില്ലല്ലോ, ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, അറിയുന്നില്ലല്ലോ. ഈ തിട്ടയൊക്കെ ഇരിക്കുന്നുണ്ട്, നമുക്ക് കാണത്തില്ല. പട്ടി വരുന്നത് ഒരാൾ കയറി വരുന്നത് കാണത്തില്ല. ഈ വീട്ടിൽ ആരും ഒന്നും കരച്ചിൽ പോലും കേട്ടില്ല? ഇല്ല, വയസ്സ് എന്ന പ്രായമുള്ള അമ്മച്ചിയല്ലേ, അപ്പൊ പിന്നെ വിളി പുറത്തോട്ട് കേട്ടില്ലായിരിക്കും. നമുക്ക് ആർക്കും കേൾക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ ഇങ്ങോട്ട് ആരും സഹകരണമില്ല. അതുകൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത്. കാരണം ഒരാൾ ഓടിക്കയറി വരുന്നില്ലല്ലോ ഇങ്ങോട്ട്. നിങ്ങൾ എല്ലാവരും എപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം? അത് അവര് വന്ന് പൊക്കി എടുക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നല്ല, അതിനു മുമ്പ് ഞങ്ങൾ അറിഞ്ഞില്ല. മകൻ മരുമോളും കൂടി വന്ന് കൊച്ചു വിളി വയ്ക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അവർ ഒരുമിച്ചാണ് എത്തിയത്? അവർ രണ്ടും കൂടെ ഒന്നിച്ചാ വന്നത്, അല്ലാതെ അറിഞ്ഞില്ല. ഈ അമ്മ മിക്കവാറും ഇവിടെ തന്നെയാണോ? ഈ ഷെഡിനുള്ളിൽ തന്നെയാണോ? അതറിയത്തില്ല. ഇവിടെ ആരും ഞങ്ങൾ കേറത്തില്ല. ആർക്കും ആരും ഇങ്ങോട്ട് ഇല്ല. ആരുമായിട്ടില്ല. അമ്മ നിങ്ങളോടൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടാവും? കണ്ടാ നമ്മൾ ഇങ്ങോട്ട് വരുന്നില്ലല്ലോ, റോഡേ കൂടി പോകുന്നതല്ലേ ഉള്ളൂ, കാണത്തില്ല. എന്താണ് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്ന് ഈ കൊട്ടിലിൽ ഇരിക്കുന്നത്, ആളുകളോടൊക്കെ സംസാരിക്കാൻ വേണ്ടിട്ട്. അല്ലാതെ പെണ്ണങ്ങനെ ആരുമായിട്ട് സഹകരണം. എങ്ങനെയാ സംസാരിക്കുന്ന അമ്മ? ഇവിടെ ഇരുന്ന് ഈ ജനലെ ഈ വേലിയുടെ പുറമെ ഒക്കെ കൂടെ സംസാരിക്കും. എങ്ങനെ നടക്കാനൊക്കെ പറ്റുന്ന ആളായിരുന്നു? പ്രായം ഉണ്ടെങ്കിലും വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ രോഗങ്ങളൊന്നുമില്ല തള്ളയ്ക്ക്. വാർദ്ധക്യ സഹജമായ പെട്ടെന്ന് എന്തെങ്കിലും ഈ പട്ടിയുടെ നിന്ന് രക്ഷപ്പെടാനൊന്നും ഉള്ള സാഹചര്യം വല്യമ്മയ്ക്കില്ല. വീണുപോയി, അപ്പൊ തന്നെ വീണ് കാണും. കുറെ നായ്ക്കൾ ഉണ്ടായിരുന്നല്ലേ? ആ പട്ടികളെല്ലാം ഉണ്ട്, നായ്ക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് ആർക്കും ജീവിക്കാം, കൊച്ചു കുഞ്ഞുങ്ങളെ പുറത്തോട്ട് ഇറക്കത്തില്ല. ഞങ്ങൾ വീട് അടച്ചിട്ടായിരിക്കുന്നത് ഈ പട്ടി ശല്യം കാരണം. അതാണ് അശ്വതി, അതായത് ഇവർ പറയുന്ന കാര്യം. കാരണം നമ്മള് രാവിലെ ഇവിടെ റിപ്പോർട്ടിങ്ങിനായി എത്തുന്ന ഘട്ടത്തിൽ പോലും ഇവിടെ മുഴുവൻ തെരുവ് നായ്ക്കളായിരുന്നു എന്നുള്ളതാണ്. കൊച്ചുകുട്ടികളെ പോലും പുറത്തേക്ക് ഇറക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അത് നമ്മൾ വന്നപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ ബോധ്യമാവുകയും ചെയ്തു. അതിരാവിലെ തന്നെ ഇവിടെ ഒരു കൂട്ടത്തോടെയാണ് തെരുവ് നായ്ക്കൾ സഞ്ചരിക്കുന്നത്. എന്നിട്ട് അത് ഇങ്ങനെ കൂട്ടത്തോടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞു. എന്തായാലും അതിസങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായത് എന്ന് തന്നെ പറയാം. ഒന്നും തിരിച്ച് അല്ലെങ്കിൽ പ്രതികരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് കാർത്തിയായനി അമ്മയ്ക്ക് ഇന്നലെ മരണത്തിന് കീഴ്പ്പെടേണ്ടതായി വന്നത്. ശരണ്യ, ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായി. ഇതുവരെ ഈ തെരുവുനായ അവിടെ ആക്രമണം പലതവണ ഉണ്ടായതാണ്. റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് നേരത്തെ ഇത്തരത്തിലൊരു പ്രശ്നം അവർ ഉന്നയിച്ചിട്ടും ഇതുവരെയും അധികാരികൾ ഒന്നും ചെയ്തില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ ഇത്രയും വലിയൊരു മരണം അവിടെ ഉണ്ടായിട്ടും അവിടെ എത്തി അവരുടെ വിശദീകരണം എന്തെങ്കിലും നമുക്ക് ലഭ്യമാണോ? ഇപ്പോൾ നമ്മളിവിടെ എത്തിയ ആളുകളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നായിരുന്നു. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. തൊട്ടടുത്ത് അശ്വതി അപ്പുറത്ത് കടലാണ്, മത്സ്യത്തൊഴിലാളികൾ ധാരാളമുള്ളതാണ്, മത്സ്യവും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നായ്ക്കൾ കൂട്ടത്തോടെ ഇവിടെ ഉണ്ട് എന്നുള്ളത് ആണ്. ഇവർക്കൊരു ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ ഇവിടെ കൂട്ടത്തോടെ ഇങ്ങനെ നടക്കും. ഈ റോഡിനപ്പുറത്തേക്ക് നമ്മൾ കാണുന്നത് കടലാണ്. അപ്പോൾ ആ ഒരു രീതിയിലും മത്സ്യമൊക്കെ വരുന്നൊരു സ്ഥലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തും. പിന്നെ ഈ ടൂറിസത്തിന്റെ സാധ്യതകളുള്ള വലിയൊരിക്കൽ പാലമൊക്കെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികളായ ആളുകളും ഈ നായ്ക്കൾക്ക് ബിസ്ക്കറ്റുകൾ ഉൾപ്പെടെ നൽകാറുണ്ട് എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ഭക്ഷണം അവർക്ക് ഇട്ടുകൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവരിങ്ങനെ കൂട്ടത്തോടെ ആളുകളിലേക്ക് വരും എന്നുള്ളതാണ്. എന്തായാലും ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു കാർത്തിയായനിയമ്മ ആ വീടിനകത്ത് ആക്രമിക്കപ്പെട്ടത് എന്നുള്ളതാണ്. ആരും അറിഞ്ഞില്ല. അതായത് കരച്ചിൽ പോലും പുറത്തേക്ക് കഴിഞ്ഞില്ല. നായ മുഖത്ത് രക്തം നായ ഓടിപ്പോകുന്നത് കണ്ടു എന്ന് അയൽവാസിയായ സ്ത്രീ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും അതിങ്ങനെ ഒരു സംഭവമാണോ അല്ലെങ്കിൽ
ഒരു കരച്ചിലൊക്കെ കാണത്തക്ക രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ഈ സൂചനകളും ഇതിനകത്ത് നിന്ന് ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ്. വൈകിട്ട് ഇവിടെ താമസിക്കുന്ന മകൻ പ്രകാശനും ജൂലിയും ഒരുമിച്ചാണ് വന്നത് എന്നുള്ളതാണ്. അവര് വന്ന് കതക് തുറന്നപ്പോഴാണ് ഈ രീതിയിൽ ഗേറ്റ് തുറന്നപ്പോഴാണ് അമ്മ ഈ രീതിയിൽ ആക്രമിക്കപ്പെട്ട് അതിനുള്ളിൽ കിടക്കുന്നത് കാണുന്നത്. അല്ലാതെ ഇവിടെ ഈ നായ്ക്കൾ ഓടിപ്പോകുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും അസ്വാഭാവികമായി തൊട്ടടുത്തൊക്കെ കടയൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവരാരും തന്നെ ഇത് കേട്ടിരുന്നില്ല എന്നുള്ളതാണ്. ശരി, ശരണ്യ, വ്യക്തമാണ്. വലിയഴീക്കലിലെ സംഭവം വളരെ ഗൗരവമുള്ളതാണ്. പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇത് നേരത്തെ തന്നെ അവിടെ തെരുവുനായ ശല്യമുണ്ട്, അവർ സുരക്ഷിതരല്ല എന്നവർ ആവർത്തിച്ച് പറയുകയാണ്. ഒരു മരണമുണ്ടായിരിക്കുന്നു, അതും തെരുവുനായ കൂട്ടത്തോടെ എത്തി ആക്രമിച്ചൊരു വയോധികയെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് വലിയഴീക്കലിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിലും ഈ വാർത്തയുടെ തുടർച്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. സാമ്പത്തിക ക്രമക്കേട് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന VFPCKയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ കൃഷിമന്ത്രി അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തതിന് പിന്നാലെ മന്ത്രി പി പ്രസാദിനെതിരെ AITUC നേതാവിന്റെ രൂക്ഷ വിമർശനം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ ക്രെഡിറ്റ് സ്വന്തം അക്കൌണ്ടിൽ വരുത്താനുള്ള ശ്രമമാണ് കൃഷിമന്ത്രി നടത്തുന്നതെന്നാണ് ആക്ഷേപം. സാമ്പത്തിക ക്രമക്കേട് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന VFPCK ഉദ്യോഗസ്ഥർക്കെതിരായ വകുപ്പുതല നടപടി വൈകുന്ന വാർത്ത ന്യൂസ് 18 ആണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇത് മന്ത്രിയുടെ മാത്രം അച്ചീവ്മെന്റ് ആയി സ്വന്തം സ്ഥാപനത്തിലെ സ്വന്തം ചെയർമാനായിരിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരുടെ അഴിമതി കണ്ടെത്തി അവരെ നേരിട്ട് മുഖം നോക്കാതെ നടപടിയെടുത്ത ധീരനായ വ്യക്തിയായിട്ട് ഒരു പ്രതിച്ഛായ കൊടുക്കണം എന്നുള്ള രീതിയിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ വിളിച്ചു പറഞ്ഞ ഇത്രയും അല്പനായ ഒരു ചെയർമാൻ. AITUC സംസ്ഥാന കമ്മിറ്റി അംഗവും VFPCKയിലെ ഡെപ്യൂട്ടി മാനേജറുമായ ജോജി കെ മാത്യൂസ് കൃഷിമന്ത്രി പി പ്രസാദിനെതിരെ ആഴ്ചകൾക്ക് മുമ്പ് നടത്തിയ രൂക്ഷ വിമർശനമാണിത്. VFPCK സ്റ്റാഫ് അസോസിയേഷൻ AITUCയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ജോജി കെ മാത്യൂസ്. ഇവിടെ IRGയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന സുനിലില്ലാതെ പറഞ്ഞിരിക്കുന്ന ആളുകളെ പറഞ്ഞാലോ കഷ്ടപ്പാടുകളല്ലാതെ അതിനപ്പുറത്തേക്കും എനിക്കൊന്നും നേടാനൊന്നുമില്ല. കാരണം പറഞ്ഞാൽ ഇത്രയും കാലത്ത് വീട്ടിൽ നിന്ന് എണീറ്റ് വരണം, വൈകുന്നേരം പോകണം, ഇതൊന്നും അത്ര കെട്ടിപ്പിടിച്ചിരിക്കുന്ന പോസ്റ്റല്ല. ഞാനിനി അതിനകത്ത് അധികം കാലം ഇരിക്കാനും ആഗ്രഹിക്കുന്നില്ല, നടപടി ഉണ്ടായാലോ ഇല്ലെങ്കിലും. തൃശൂർ തൊട്ടിപ്പാളിലെ സ്വാശ്രയ കർഷക സമിതിയുടെ പേരിൽ വ്യാജ വൗച്ചറുകളും ബില്ലുകളും ഉണ്ടാക്കി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ ഉദ്യോഗസ്ഥർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. FIR രജിസ്റ്റർ ചെയ്ത വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് കൃഷിമന്ത്രി ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ യൂണിയൻ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്ന് ആരോപണ വിധേയർക്കെതിരായ നടപടി വൈകുന്ന വാർത്ത ന്യൂസ് 18 കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. ഇതിന് പിന്നാലെയാണ് തൃശൂർ ജില്ലാ VFPCK ഡെപ്യൂട്ടി മാനേജരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അതേസമയം സ്ഥാപനത്തിലെ ഡെപ്യൂട്ടി മാനേജരായ TS പ്രവീണിനെതിരായ ഇടക്കാല ഉത്തരവ് 1 മാസത്തേക്ക് മരവിപ്പിക്കാൻ ഹൈക്കോടതി ജഡ്ജി സിയാദ് റഹ്മാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. ശേഷിക്കുന്നവർക്കെതിരായ വകുപ്പ് തല നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് VFPCK ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവല്ല കുമ്പനാട്ട് കരോൾ സംഘത്തിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. സ്ത്രീകളടക്കം 8 പേർക്ക് പരിക്കേറ്റു. കുമ്പനാട് എക്സോഡസ് ചർച്ച് കരോൾ സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ശശി നാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ശശി, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഈ പരിക്കേറ്റവർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഈ കരോൾ സംഘത്തിന് നേരെ ഇത്തരമൊരു അക്രമം ഉണ്ടായത്. തിരുവല്ല കുമ്പനാടാണ് സംഭവം ഉണ്ടായത്. തിരുവല്ല കുമ്പനാട് എക്സോഡസ് ചർച്ച് കരോൾ സംഘത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇവർ രാത്രിയിൽ ഒരു വീട്ടിലെത്തി പാട്ടുപാടിയതിനു ശേഷം ഇറങ്ങുന്നതിന് മുമ്പാണ് ഗേറ്റ് ലോക്ക് ചെയ്തതിനു ശേഷം ഒരു 10ഓളം വരുന്ന സംഘം ആക്രമിക്കുകയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എന്തായാലും വലിയ രീതിയിൽ മോശമായ രീതിയിലുള്ള ഭാഷയിലാണ് ഈ കരോൾ സംഘത്തിന് നേരെ ഇവർ ഇത്തരമൊരു ആക്രമണം ഉണ്ടായതെന്നാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അത്രയും യുവാക്കളടക്കമുള്ള ആളുകളാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. അവര് ഭയന്ന് പെട്ടെന്ന് തന്നെ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങാൻ നേരത്തെ 8ഓളം വരുന്ന സംഘങ്ങൾ തടഞ്ഞു കൊടുത്ത് പിന്നീട് ഇവരെ സ്ഥലത്ത് നിന്നും മോശമായ ഭാഷ പറഞ്ഞ് ഇവരെ കല്ലെറിഞ്ഞു പിടിക്കാൻ ശ്രമിച്ചെന്നൊക്കെയാണ് ഈ കരോൾ സംഘത്തിലുള്ളവർ പറഞ്ഞവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ചിലർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, സ്ത്രീകൾക്കൊക്കെ നേരിയ തോതിലൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു ഇത്തരം ഒരു ആക്രമണം ഉണ്ടായാലും വളരെ ആശങ്കയിലാണ് ഈ പ്രദേശത്തെ കരോൾ സംഘ പാട്ടും എത്തിയിട്ടുള്ള സംഘങ്ങൾ. എന്തായാലും അവർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അശ്വതി.
ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കാണാം ഇന്നിത് സംഭവിക്കും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് മാറ്റം. ആരിഫ് മുഹമ്മദ് ഖാന് പകരം ആരിഫ് മുഹമ്മദ് ഖാൻ ഇനി ബീഹാർ ഗവർണറാകും. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് കേരള ഗവർണറാവുക. ഔദ്യോഗികമായ പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏവർക്കും വിൻകോസിന്റെ ക്രിസ്മസ് ആശംസകൾ. 26/6 ജനുവരി 6 മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികം ഇന്ന്. പുതിയ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി ഇന്ന് മധ്യപ്രദേശിൽ കെൻബെത്വ നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതി ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വാജ്പേയിയുടെ നദീജല സംയോജന ക്യാമ്പയിൻ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഛത്തർപൂർ ജില്ലയിലെ ഖജുരാഹോയിൽ കെൻബെത്വ ലിങ്ക് പദ്ധതിക്ക് തറക്കല്ലിടും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന വസന്തോത്സവത്തിന് ഇന്ന് തുടക്കം. കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വസന്തോത്സവം പുഷ്പമേളയുടെയും ന്യൂ ഇയർ ലൈറ്റ് ഷോയുടെയും ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 6 ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിലാണ് ആഘോഷ പരിപാടി. മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനാകും. മന്ത്രി GR അനിൽ മുഖ്യാതിഥി. മുനമ്പത്ത് ഇന്ന് പ്രതിഷേധ ദിനം. 645 കുടുംബങ്ങളിലെയും ഓരോ അംഗങ്ങൾ ഇന്ന് നിരാഹാരത്തിൽ. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിൽ മുനമ്പം തീരദേശവാസികൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉച്ചയ്ക്ക് മുനമ്പത്തെത്തി. ശബരിമലയിൽ തങ്കേങ്കി ചാർത്തിയുള്ള ദീപാരാധന ഇന്ന്. ദീപാരാധന വൈകിട്ട് 6:40. മണ്ഡലപൂജ നാളെ രാവിലെ 11 മണി മുതൽ പമ്പയിൽ നിന്ന് തീർത്ഥാടകർക്ക് നിയന്ത്രണം. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബാറോസ് ഇന്ന് തിയേറ്ററുകളിൽ. വരവേൽക്കാൻ ആവേശപൂർവ്വം ആരാധകർ. 3D ദൃശ്യാനുഭവങ്ങൾ ഒരുക്കി സിനിമ. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഇനി കാണാം ഇത് കണ്ടോ.